ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പം മാങ്ങൻ്റെ സീസണ് വരാൻ പോകുന്നില്ല. അപ്പം എല്ലാവരും എന്തൊക്കെയോ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കിയത് ഈ ഒരു റെസിപ്പിയാണ്. അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് വീട്ടിൽ തന്നെ വാങ്ങിയ അച്ചാർ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പം തന്നെ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പിക്കൽ ഒരു ഹോം മെയ്ഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ ഞാൻ ഇവിടെ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പം ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതാകുമ്പം ചെറുങ്ങനെയാണ് ഞാനിപ്പോൾ മുറിച്ചിട്ടിടുന്നത്. ഇത് ആദ്യം ഇങ്ങനെ മുറിച്ച് ചെറിയ പീസാക്കിയിട്ട് ഇടുന്ന ചില ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടി വലിയ പീസാക്കിയിട്ട് മുറിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് വെക്കുന്നത് ഒരു ഉണങ്ങിയ പാത്രത്തിലേക്കാണ്. അപ്പം ആ പാത്രം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഞാനിപ്പോൾ എടുത്തിട്ടില്ല ഇതിവിടെ. അപ്പോൾ അതിലൊട്ടും വെള്ളം നീര് പാടില്ല. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ല പുളിയില മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ ലെയറാക്കിയിട്ട് ഉപ്പ് കുറച്ച് ഇങ്ങനെ ഓരോ ടീസ്പൂൺ വീതം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അടിച്ച് വെച്ചിട്ട് വെള്ളമൊന്നും തീരെ പാടില്ല. ഒരാഴ്ചത്തോളം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഉപ്പിലിട്ടത് വേണമെങ്കിൽ ആക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടീസ്പൂണിൻ്റെ അത്ര ഉലുവയും കടുവും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലിപ്പം ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാന്താരിയും കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത്. മുറിച്ചതാണ്, ചതച്ചതല്ല. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുക, മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ആ പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മുളക് പൊടി 2 ടീസ്പൂണും പിന്നെ 2 ടീസ്പൂണ് നമ്മളെ എന്താ പറയുക പിക്കിളുടെ അച്ചാറിൻ്റെ പൊടി നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ ഹോം മെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫ്ലെയിം ചെറിയ തീയിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഞാൻ നല്ലോണം സോട്ടേ ചെയ്ത് കൊടുത്തിട്ട് ഇത് സോഫ്റ്റ് ആകുന്നവരെ. പിന്നെ നമ്മളെ കറി കുറച്ചും കൂടി നീര് വേണമെങ്കിൽ വിനീഗറാണ് ഇവിടെ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് മാത്രം നമ്മൾ എത്രയാണ് ഗ്രേവി ആയിട്ട് വേണ്ടത്, ഈ അച്ചാറിൻ്റെ നീര് എത്രയാണ് വേണ്ടത് അതുപോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സമയത്തേക്ക് ഞാൻ ഒരു 4-5 മിനിറ്റിനേക്ക് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ചില ആൾക്ക് വെളുത്തുള്ളി അധികം വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം കൂട്ടാം. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് പെഴുത്ത മാങ്ങയും കുറച്ച് ഈ ഒരു പെക്കാത്ത മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. അതൊരു ടിപ്പാണ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ. 2 ഇതിൽ മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മാങ്ങ എന്ന് പറയുമ്പോൾ ഒന്ന് കുറച്ച് പച്ചയായിട്ട് തന്നെ, ഒന്ന് കുറച്ച് പെഴുത്തതായിട്ട്. അത് കുറച്ചൊരു സ്വീറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഇവിടെ 1 ടീസ്പൂണിൻ്റെ അത്ര നമ്മളെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്, കടുക് പൊടിച്ചത്. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് റെഡ് ചില്ലി ഫ്ലേക്സാണ്. അത് ഞാൻ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. റെഡ് ചില്ലി ഫ്ലേക്സ് പൊടിച്ചത് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് ഒരു കുപ്പിയിലേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റാക്കി നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല നീരിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്ക് അങ്ങനെ നീരായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം എല്ലാം ആകുമ്പോഴേക്കും ശരിക്കും ഇല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇത് ചെയ്ത് നോക്കുക. ഇത് ശ്രദ്ധിക്കേണ്ട, നീര് ഒരു വെള്ളവും പാടില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.